സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മുംബൈയെ 44 റൺസിന് തകർത്ത് കേരളം തകർപ്പൻ വിജയം സ്വന്തമാക്കി. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കേരളം ഉയർത്തിയ 235 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈക്ക് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 191 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. കേരളത്തിന് വേണ്ടി IPL താരലേലത്തിൽ വിറ്റുപോകാതിരുന്ന സൽമാൻ നിസാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 49 പന്തിൽ 99 റൺസുമായി പുറത്താകാതെ നിന്ന സൽമാൻ നിസാറാണ് കേരളത്തിന്റെ ടോപ്പ് സ്കോറർ. രോഹൻ കുന്നുമ്മൽ 87 മികച്ച പിന്തുണ നൽകിയപ്പോൾ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ 4 നിരാശപ്പെടുത്തി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈക്ക് ശ്രേയസ് അയ്യർ 32, അജിങ്ക്യ രഹാനെ 68 എന്നിവർ മാത്രമാണ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത്. MD ദിനേശിന്റെ 4 വിക്കറ്റ് പ്രകടനമാണ് മുംബൈയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണം. കേരളത്തിന്റെ ഇന്നിംഗ്സിൽ രോഹൻ കുന്നുമ്മൽ 48 പന്തിൽ നിന്ന് 87 റൺസ് നേടി. സച്ചിൻ ബേബി പരിക്കേറ്റ് പിന്മാറി. മുംബൈക്ക് വേണ്ടി മോഹിത് അവാസ്തി 4 വിക്കറ്റ് വീഴ്ത്തി. ഷർദുൽ ഠാക്കൂർ 4 ഓവറിൽ 69 റൺസ് വഴങ്ങി. ഈ വിജയത്തോടെ കേരളം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മികച്ച ഫോമിൽ തുടരുന്നു. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.